ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. വാഴക്കല്ലിയും ഉണക്കപ്പയറാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു നേന്ത്രവാഴയുടെ വാഴക്കല്ല എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ കഴിച്ചിട്ടുള്ള ഈ ഉണ്ണിപ്പിണ്ടിയും പയറൊക്കെ ഇല്ലേ, അതുപോലെ തന്നെ അതുപോലെ എന്ന് പറയാൻ പറ്റില്ല, അതിലും രുചിയാണ് ഇത് കഴിക്കാനായിട്ട്. നേന്ത്രക്കായൊക്കെ ഇങ്ങനെ പറിച്ച് നമ്മൾ വീണ്ടും നടില്ലേ, അതിലിപ്പോൾ നല്ല കന്ന് നട്ട് കഴിഞ്ഞിട്ട് ബാക്കി അല്ല കുറേ കന്നുകളുണ്ടാവുമല്ലോ, അതിലത്തെ ഇതൊക്കെയാണ് നമ്മൾ കറിക്കായിട്ട് എടുക്കുക. ഈ കല്ലകളൊക്കെയാണ് കറിക്കായിട്ട് എടുക്കാറുള്ളത്. അപ്പോൾ പറിച്ച സമയത്തൊക്കെയാണ് നമ്മളിങ്ങനെ കറി വെക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. കാരണം പറിച്ച ഫ്രഷ്നെസ് ഉണ്ടാവുമല്ലോ. 2 ദിവസം 3 ദിവസം ആകുമ്പോഴും രസത്തിന് കുറവൊന്നുണ്ടെന്നില്ല. പക്ഷേ ഞാൻ ഉദ്ദേശിച്ചത് ആ പറിച്ച സമയത്ത് ഒരു ഫ്രഷ്നെസ് ഇല്ലേ, അത് കിട്ടും. അപ്പോൾ ഇതതുപോലെ പറിച്ച് വെച്ചിട്ടുള്ള നേന്ത്രക്കായുടെ കന്നാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഈ കാണുന്ന കന്നിൻ്റെ പുറമൊക്കെ ചെത്തി വൃത്തിയാക്കി നമുക്ക് എടുത്ത് കൊണ്ടുവരാം കേട്ടോ. അപ്പോൾ ഞാൻ ചെത്തി വൃത്തിയാക്കിയതിന് ശേഷം കാണിച്ചു തരാം. അപ്പോൾ ഇതേ കണ്ടില്ലേ, വാഴക്കല്ലിനെ ഇതുപോലെ ചെത്തി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കഷ്ണങ്ങളാക്കി അരിയാനായിട്ട് നോക്കാം. വാഴക്കല്ല നമ്മൾ അരിഞ്ഞ് തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഇതുപോലൊരു പാത്രത്തിൽ വെള്ളം എടുത്ത് വെക്കുക. നമ്മൾ അരിഞ്ഞെടുക്കുന്ന കഷ്ണങ്ങളൊക്കെ അപ്പം തന്നെ നമുക്ക് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇല്ലെങ്കിൽ ഇപ്പോൾ കണ്ടില്ലേ സൈഡൊക്കെ കറുത്ത് തുടങ്ങുന്നത്, അത് ഈ വാഴക്കലയുടെ പ്രത്യേകതയാണ് കേട്ടോ. അത് നമ്മളിങ്ങനെ ചെത്തി കളഞ്ഞിട്ട് വെള്ളത്തിലിടാണ്ട് ഇതുപോലെ പുറത്ത് വയ്ക്കുകയാണെങ്കിൽ കറുത്ത് പോവും. അപ്പോൾ അതില്ലാണ്ടിരിക്കാനായിട്ടാണ് നമ്മൾ അരിഞ്ഞെടുക്കുന്ന കഷ്ണങ്ങളും ഒക്കെ വെള്ളത്തിലിടാനായിട്ട് പറയുന്നത് കേട്ടോ. അപ്പോൾ വെള്ളത്തിലിടുന്നതിന് മുന്നേ കണ്ടില്ലേ ഇതുപോലെ നാരുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് എടുത്ത് മാറ്റിയതിന് ശേഷം വെള്ളത്തിലിടാനായിട്ട് നോക്കുക. അപ്പോൾ ഇതേപോലെ അരിഞ്ഞ് വെച്ചിട്ടുള്ള വാഴക്കല്ല കഷ്ണങ്ങളെല്ലാം എടുത്തിട്ട് നമുക്ക് ചെറുതായിട്ട് അരിയാനായിട്ട് നോക്കാം. എപ്പോഴും വലിയ വലിയ കഷ്ണങ്ങളായിട്ട് അരിയണേക്കാളും ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടുള്ളത് ചെറുതായിട്ട് അരിയുമ്പോഴാണ് കേട്ടോ. അപ്പോൾ പരമാവധി ചെറുതായിട്ട് അരിയാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലത്. അതുപോലെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ വാഴക്കല കഷ്ണങ്ങൾ ചെറുതായിട്ട് അരിഞ്ഞെടുത്തതിന് ശേഷം നമുക്ക് വെള്ളത്തിലിട്ട് വെക്കണം. ഇല്ലെങ്കിൽ അത് വീണ്ടും കറുത്തു പോകും. വെള്ളത്തിലിട്ടാൽ തന്നെ കറക്കുന്നുണ്ട്, എന്നാലും പരമാവധി ഒരു പരിധി വരെ വെള്ളത്തിലിടുകയാണ് നല്ലത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഞാൻ അരിയണേൻ്റെ ഒപ്പം തന്നെ അടുത്തൊരു പാത്രത്തിൽ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അരിഞ്ഞതിന് ശേഷം അതിൻ്റെ അരിയണേൻ്റെ പിന്നാലെ നമുക്കത് വെള്ളത്തിലേക്ക് എടുത്തിടണം കേട്ടോ. അപ്പോൾ അത് മറക്കരുത്. അപ്പോൾ ഒന്നില്ലെങ്കിൽ ഇതുപോലെ കട്ടിംഗ് പാഡ് വെച്ചിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാം. കട്ടിംഗ് പാഡ് വെച്ച് അരിഞ്ഞെടുക്കുമ്പോൾ കുറച്ച് സമയം നമ്മൾ ഇതിന് വേണ്ടിയിട്ട് മെനക്കെട്ട് നിൽക്കേണ്ടി വരും. ഇനി വീട്ടിൽ ചോപ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ ചോപ്പറിൽ നമുക്ക് അരിഞ്ഞെടുക്കാം. ചോപ്പറിൽ അരിഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുകയാണെങ്കിൽ, നമ്മൾ എടുത്തിട്ടുള്ള ഈ വാഴക്കല്ല കഷ്ണങ്ങൾ ഇതുപോലെ 4 ആക്കി അരിഞ്ഞതിന് ശേഷം ചോപ്പറിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ അങ്ങനെയും അരിഞ്ഞെടുക്കാം. ചോപ്പറിലാവുമ്പോൾ നമ്മൾ ഇതിങ്ങനെ ചോപ്പറിൽ ചോപ്പ് ചെയ്ത് വരുമ്പോൾ ഇതിൻ്റെ ബ്ലേഡുമേ നമ്മൾ നേരത്തെ മാറ്റി വെച്ചില്ലേ നൂല് പോലെയുള്ളത്, അത് ഈ ബ്ലേഡുമേ ചുറ്റിയിരിക്കുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെയും കുറച്ച് നൂലൊക്കെ നമുക്ക് മാറ്റാനായിട്ട് പറ്റും. അപ്പോൾ ഇതേപോലെ എല്ലാ വാഴക്കല്ല കഷ്ണങ്ങളും അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ശേഷം ഇതുപോലത്തെ ഒരു ഹാൻഡ് ബീറ്റർ വെച്ചിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കുക. ഇങ്ങനെ ഇളക്കി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹാൻഡ് ബീറ്ററിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് നൂലൊക്കെ വന്ന് പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നൂല്, ഈ വാഴക്കലയിലത്തെ നൂലില്ലേ, അത് നമുക്ക് വിട്ട് കിട്ടാനായിട്ട് ഭയങ്കരമായിട്ട് എളുപ്പത്തിൽ പറ്റും. അപ്പോൾ ഇതേപോലെ ചെയ്താൽ മതി കേട്ടോ. ഞാൻ ഇതേപോലെ ചെയ്തതിന് ശേഷം നൂലൊക്കെ മാറ്റിയതിന് ശേഷം കാണിച്ചു തരാം. എൻ്റെ അമ്മയൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, അവരൊക്കെ ചെറുപ്പത്തിൽ ഈ ഉണ്ണിപ്പിണ്ടിയൊക്കെ അരിയുമ്പോൾ അതിലത്തെ ആ നൂല് മാറ്റാനായിട്ട് വേലി കെട്ടണ ആ മുള്ള് ഇല്ലേ, അത് എടുത്തിട്ട് ഇങ്ങനെ ചുറ്റി എടുക്കുത്രേ ആ നൂല്. അപ്പോൾ അങ്ങനെയാണ് അവരൊക്കെ ഉണ്ണിപ്പിണ്ടിയിലത്തെ നൂലൊക്കെ കളയാറുള്ളത്. അപ്പോൾ നമുക്കിപ്പോൾ അങ്ങനെയുള്ള ഇതൊന്നും ഇല്ലാത്ത കാരണം നമ്മളിതുപോലത്തെ ചെറിയ ടിപ്സൊക്കെ വെച്ചിട്ട് നമുക്ക് ഇതിലത്തെ നൂലൊക്കെ മാറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് വാഴക്കലയിലുള്ള ഏകദേശം നൂലൊക്കെ കളഞ്ഞിട്ടുണ്ട്, കണ്ടില്ലേ. ഇതേപോലെ ആയി കിട്ടിയിട്ടുണ്ട്. നൂല് ഉണ്ടാവുമ്പോൾ അതിങ്ങനെ കൂട്ടി ഇങ്ങനെ ഉണ്ട പോലെ കിടക്കുക, അത് കറിയിലേക്ക് രസം ഉണ്ടാവില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നൂലെടുത്ത് മാറ്റുന്നത് കേട്ടോ. ഇനി നമുക്ക് ഇത് 1-2 പ്രാവശ്യം കഴുകിയതിന് ശേഷം ഇത് വേവിക്കാനായിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ലപോലെ കഴുകി വെച്ചിട്ടുള്ള വാഴക്കല്ല ഈ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് നോക്കാം.
അപ്പോൾ ഈ വാഴക്കലയുടെ ഒപ്പം ഞാൻ കോമ്പിനേഷനായിട്ട് ഇടുന്നത് ഉണക്കപ്പയറാണ്. അത് തലേദിവസം കഴുകി കുതിർത്ത് വെച്ചിട്ടുള്ള പയറായിരുന്നു. 1 കപ്പ് പയർ നല്ലപോലെ കഴുകിയതിന് ശേഷം ഈ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അതുപോലെ തന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുകയാണെങ്കിൽ വാഴക്കലയുടെ ഒക്കെ ഒപ്പം ഏറ്റവും കൂടുതൽ കോമ്പിനേഷനായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഉണക്കപ്പയറാണ് കേട്ടോ. ഉണക്കപ്പയർ ഇട്ട് കഴിഞ്ഞാൽ അത്രയും ടേസ്റ്റാണ്. ആ മുതിരയ്ക്കൊന്നും ആ ഒരു ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടില്ല. മുതിര ടേസ്റ്റ് ഇല്ലെന്നല്ല പറയണത്, പക്ഷേ മുതിരയേക്കാളൊക്കെ കോമ്പിനേഷനായിട്ട് തോന്നിയിട്ടുള്ളത് ഉണക്കപ്പയറാണ്. ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിനൊപ്പം തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടിയും ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് വേവിക്കാനായിട്ട് നോക്കാം. ഞാനിപ്പോൾ 1 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഈ വാഴക്കല്ലിയും ഉണക്കപ്പയറും അതുപോലെ തന്നെ ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ആയിട്ട് നല്ലപോലെ മിക്സായി വരണം. അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഇതുപോലെ കൈ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ശേഷം നമുക്കിത് വേവിക്കാനായിട്ട് വെക്കാം. 3 വിസിൽ പ്രഷർ പോയതിന് ശേഷം തുറന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഇതേ 3ാമത്തെ വിസിലും വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. പ്രഷർ പോയതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഇതേ പ്രഷറൊക്കെ പോയിട്ട് തുറന്ന് നോക്കിയപ്പോൾ നമ്മുടെ ഇതേ പയറൊക്കെ വെന്ത് വന്നിട്ടുണ്ട്, വാഴക്കലൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കാച്ചിനായിട്ട് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ചീഞ്ചട്ടിപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇതേ കുറച്ച് അധികം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനത്തെ കറികൾക്കൊക്കെ കുറച്ച് വെളിച്ചെണ്ണ മുന്നിട്ട് നിൽക്കണം. അത് പ്രത്യേക ഒരു ടേസ്റ്റാണ് കറിക്ക്. അപ്പോൾ ഇതേ വെളിച്ചെണ്ണ ഇച്ചിരി അധികം തന്നെയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ. അപ്പോൾ ഇത് ഒഴിച്ച് കൊടുത്തിട്ടുള്ള വെളിച്ചെണ്ണ എല്ലാം ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തിട്ടുള്ള കടുകെല്ലാം പൊട്ടി കഴിഞ്ഞ് വരട്ടെ. അപ്പോൾ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ കടുകെല്ലാം പൊട്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 3 വറ്റൽമുളക് നമുക്ക് നടു പൊട്ടിച്ചത് ഇട്ട് കൊടുക്കാം. ഇതിനൊപ്പം തന്നെ ചതച്ച് വെച്ചിട്ടുള്ള ഉള്ളി, വെളുത്തുള്ളി, കറിവേപ്പില. അപ്പോൾ ഉള്ളിയും വെളുത്തുള്ളി നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ചധികം എടുക്കുക. നമുക്ക് ഇങ്ങനത്തെ കറികൾക്കൊക്കെ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ മുന്നിട്ട് നിൽക്കുന്നത് കറിക്ക് പ്രത്യേക ഒരു ഫ്ലേവറാണ്, പ്രത്യേക ഒരു ടേസ്റ്റാണ് കൊടുക്കുക. അപ്പോൾ അത് ഉള്ളിയും വെളുത്തുള്ളി ഞാൻ ഇച്ചിരി കൂടുതൽ തന്നെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. 2 തണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ശേഷം നമുക്കിത് നല്ലപോലെ ഇളക്കി കൊടുക്കാം. നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ഉള്ളിയുടെയും വെളുത്തുള്ളിയുടെയും ഒരു പച്ചക്കുത്തൊക്കെ ഒന്ന് മാറി വരണം, ഇച്ചൊന്ന് മൂത്ത് വരണം. അപ്പോൾ അതുവരെ നമുക്കതൊന്ന് തുടർച്ചയായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ചേർത്ത് കൊടുത്തിട്ടുള്ള ഉള്ളിയും വെളുത്തുള്ളിയും മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ കുത്തിപ്പൊടിച്ചിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചേർത്ത് കൊടുത്തിട്ടുള്ള ഈ കുത്തിപ്പൊടി മുളക് നല്ലപോലെ ഒന്ന് മൂത്ത് വരട്ടെ. ശേഷം നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള വാഴക്കല്ലിയും പയറും ചേർക്കാനായിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ ഇത് മുളകും മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വാഴക്കല്ല ചേർക്കാനായിട്ട് നോക്കാം. ഇങ്ങനെ കുക്കർ വെച്ചിട്ട് ഡയറക്റ്റ് ഇടണമെന്നില്ല കേട്ടോ. ജസ്റ്റ് ആ ചട്ടകം വെച്ചിട്ട് ഇട്ടാലും മതി. ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യണമെന്ന് മാത്രം. നിങ്ങൾക്ക് ഏതാണ് കംഫർട്ട് അതിനനുസരിച്ച് ചെയ്യുക. കൈ പൊള്ളാനൊന്നും നിൽക്കരുത്. അപ്പോൾ ഇത് വാഴക്കല്ലിയും പയറും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ശേഷം ഇത് നമുക്ക് നല്ല പോലെ ഇളക്കി കൊടുക്കാം. നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ഉള്ളിയും വെളുത്തുള്ളിയും അതുപോലെ കറിവേപ്പിലയും ഒക്കെയും നമ്മുടെ കറിയായിട്ട് വാഴക്കല്ലിയും പയറൊക്കെ ആയിട്ട് നല്ല പോലെ യോജിച്ച് വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ല പോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ പയറും വാഴക്കല്ലിയും നമ്മൾ ചേർത്ത് കൊടുത്തിട്ടില്ല. അതിലെ കുക്കറിൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണം. അപ്പോൾ അതുവരെ നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുത്ത് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം. ഏകദേശം ഇത് വെന്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ആ വെള്ളം ഒന്ന് വറ്റിച്ചെടുത്താൽ മതി. അപ്പോൾ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് 2 മിനിറ്റ് ശേഷം നോക്കിയപ്പോൾ കണ്ടില്ലേ, കറിയിലത്തെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, വെള്ളത്തിൻ്റെ അംശമൊന്നുമില്ല. ഇനി നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാനായിട്ട് നോക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഫൈനലി എന്ന് പറഞ്ഞ പോലെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഒന്ന് ജസ്റ്റ് കയ്യിൽ വെച്ചിട്ട് ഒന്ന് ഇങ്ങനെ ഞെരടിയതിന് ശേഷം അതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഏകദേശം 1.5 ടേബിൾ സ്പൂണോളം പച്ചവെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇതും കൂടി ഒഴിച്ച് കൊടുത്തതിന് ശേഷം ചട്ടകം വെച്ചിട്ട് നല്ലപോലെ വീണ്ടും കറി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ
വാഴക്കല്ലിയും ഉണക്കപ്പയറും റെഡി ആയിട്ടുണ്ട്. കഴിക്കാൻ വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. ഇനി നിങ്ങൾക്ക് നാളികേരം ചേർക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഉള്ളിയൊക്കെ ഇട്ടില്ലേ, അതൊക്കെ മൂത്തതിന് ശേഷം ഒന്ന് ഇട്ടിട്ട് 2 ഇളക്കി ഇളക്കുക. എന്നിട്ട് നമുക്ക് ഈ പയറും വാഴക്കല്ലും ചേർത്താൽ മതി. പക്ഷേ ഞാൻ പറയുകയാണെങ്കിൽ നാളികേരത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇതേപോലെ കഴിക്കാനാണ് കറി അത്രയും ടേസ്റ്റാണ്. നിങ്ങൾ ഇതുവരെ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കി നോക്കുക. അപ്പം ഞാൻ പറഞ്ഞതിൻ്റെ ആ ടേസ്റ്റിൻ്റെ അത് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുന്ന പ്രതീക്ഷയിൽ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ബട്ടൺ ബെല്ലൈക്കനെ ക്ലിക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ വരുന്ന ഓൾ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ വാഴക്കല്ലിയും പയറും ഉണ്ടാക്കി നോക്കി നോക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോ വരുന്നവരെ നന്ദി, നമസ്കാരം.